ഗുഡ് മോർണിംഗ് ഫ്രം ഷാർജ. ഷാർജയിലേക്കും ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്. വീണ്ടും ഒരു വാർത്താ മണി മുഴങ്ങുന്നു. ബ്രേക്കിംഗ് വാർത്ത അലാറം മുഴങ്ങിക്കഴിഞ്ഞു. വാർത്തയുമായി നമുക്കൊപ്പം നിൽക്കുന്നത് ആദിൽ പാലോടാണ്. ആദിൽ പാലോട് ഇന്നലെ മുതലപ്പുഴയിലായിരുന്നു. സ്വാഭാവികമായും മുതലപ്പുഴയിൽ നിന്നുള്ളൊരു ബ്രേക്കിംഗ് വാർത്തയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. വെരി ഗുഡ് മോർണിംഗ് ആദിൽ പാലോട്. മുതലപ്പുഴയുമായി ബന്ധപ്പെട്ടാണോ ആ ബ്രേക്കിംഗ് വാർത്ത? എന്താണത്? ഉറപ്പായും അരുൺകുമാർ, മുതലപ്പുഴയിൽ ഇന്നലെ ഒരു സംഘർഷഭരിതമായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മുതലപ്പുഴയിലെ പൊഴി മുറിച്ചില്ലെങ്കിൽ 5 പഞ്ചായത്തുകൾ വെള്ളത്തിലാകും. അതുകൊണ്ട് പൊഴി മുറിക്കാനുള്ള എല്ലാ സന്നാഹവുമായി പോലീസും ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരും എത്തിയെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കി പിന്മാറേണ്ടി വന്നു. അതിലൊരു തുടർ വാർത്തയാണ് നമ്മളിപ്പോൾ ബ്രേക്ക് ചെയ്യുന്നത്. തൽക്കാലം ഒരു സംഘർഷത്തിലേക്ക് പോകേണ്ടതില്ല, പൊഴി മുറിക്കുന്നത് ഇന്നുണ്ടാകില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മത്സ്യത്തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്ത് പൊഴി മുറിക്കുന്ന പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ മതി എന്നുള്ളതാണ് നിലവിലെ ഫിഷറീസ് വകുപ്പിലെ ധാരണ എന്നുകൂടി അറിയുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ദുരന്ത നിവാരണ നിയമപ്രകാരം കളക്ടർ ഉത്തരവിട്ടപ്പോൾ തന്നെ ഒരു അറസ്റ്റിലേക്കൊക്കെ പോകുമെന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ ആ രൂപത്തിൽ ഒരു സംഘർഷം എപ്പോൾ പൊട്ടിപ്പുറപ്പെടും എന്ന രൂപത്തിലായിരുന്നു മുതലപ്പുഴയിലെ സാഹചര്യമെങ്കിൽ തൽക്കാലം ഒരു സംഘർഷത്തിലേക്ക് പോകേണ്ട, പൊഴി മുറിക്കുന്നതിൽ ധൃതി വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നു. ഇന്ന് ഒരു നടപടിയും ഇത് സംബന്ധിച്ചുണ്ടാകില്ല. ഇന്നും നാളെയുമായി മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായി, നേതാക്കളുമായി, സംയുക്ത സമരസമിതിയുമായി ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ സംസാരിക്കും. അവരെ വിശ്വാസത്തിലെടുക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യം, പൊഴി മുറിക്കുമ്പോൾ കൂടുതൽ ആഴമുണ്ടാക്കി വള്ളങ്ങൾക്ക് കടലിലേക്ക് പോകാൻ കഴിയുന്ന രൂപത്തിലുള്ളൊരു സംവിധാനമാകും ഉണ്ടാക്കുക എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അവരെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള നീക്കമാണ് ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ളത് ഉള്ളത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ പിന്നെന്തു വേണമെന്നുള്ളത് സർക്കാർ തലത്തിലെ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ. തൽക്കാലം ധൃതി പിടിച്ചൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്നതാണ് നിലവിലെ ധാരണ. അരുൺകുമാർ. ഓക്കെ, ആദിൽ പാലോടാണ് ചേർന്നത്. അതിൽ എന്തായാലും മുതലപ്പുഴയിലെ ആ വലിയ സംഘർഷം ഒഴിവാക്കാൻ സർക്കാർ സംയോജിതമായി ഇടപെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ സർക്കാർ രണ്ടും കൽപ്പിച്ച് പൊഴി മുറിക്കാൻ ഒരുങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ സംഘർഷം അവിടെ ഉണ്ടാകുമായിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെയൊക്കെ മുൻനിർത്തിയാണ് മത്സ്യത്തൊഴിലാളികൾ ഇന്നലെ മൊഴി മുറിക്കാൻ വന്ന സർക്കാരിനെ പ്രതിരോധിച്ചത്. അപ്പം അതിൽ സംയോജിതമായൊരു ഇടപെടൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ അതിൽ? ഉറപ്പായും അങ്ങനെ തന്നെ പറയണം. കാരണം ഇന്നലത്തെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ടിവിയിലൂടെ നമ്മൾ കാണിക്കുമ്പോൾ ഈ പ്രേക്ഷകർക്ക് തന്നെ ഒരു സംശയം ഉണ്ടാവും, സംഘർഷം ഉണ്ടാകുമോ എന്ന തരത്തിൽ. കാരണം പൊഴിയിലേക്ക് മുഴുവൻ ബോട്ടുകളും, ഹാർബറിലുള്ള മുഴുവൻ ചെറുവള്ളങ്ങളും ബോട്ടുകളും കൊണ്ടിട്ട് ഒരു പ്രതിരോധ മതിൽ തീർക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ കുടുംബസമേതം കൊച്ചു കുഞ്ഞുങ്ങളുമായെത്തി ഒരു മനുഷ്യ മതിൽ തീർക്കുന്നു. ആ വിധത്തിൽ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതായിരുന്നു. വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. 200-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. അവരുമായി നേരിട്ടൊരു പോരാട്ടത്തിലേക്ക് പോകുമോ എന്ന സംശയം പോലും ഒരു വേള ഉണ്ടായിരുന്നു. പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം മനസ്സിലാക്കി തൽക്കാലം പൊഴി മുറിക്കുന്നില്ല എന്ന തീരുമാനത്തോടെ മണിക്കൂറുകൾക്ക് ശേഷം പിൻവാങ്ങേണ്ടി വന്നു ഉദ്യോഗസ്ഥർക്ക്. അത് പിൻവാങ്ങിയത് സമയോചിതമായ ഇടപെടലാണ്. അതിനൊപ്പം തന്നെ പുതിയ തീരുമാനവും അടിയന്തരമായൊരു നടപടി, ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വേണ്ട എന്നുള്ളതാണ് സർക്കാരിന്റെ നിലവിലെ തീരുമാനം. അരുൺ, താങ്ക് യു. ആദിൽ പാലോടാണ് നമുക്കൊപ്പം ചേർന്നത്. ആദിൽ പാലോട് നൽകുന്ന ബ്രേക്കിംഗ് വാർത്ത. മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് തൽക്കാലം ആശ്വസിക്കാം. മുതലപ്പുഴയിലെ പൊഴി തൽക്കാലം മുറിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ 5 പഞ്ചായത്തുകളും വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണെങ്കിൽ, പ്രളയം ഉണ്ടാവുകയാണെങ്കിൽ, മഴ ശക്തമായി പെയ്യുകയാണെങ്കിൽ വെള്ളത്തിനടിയിലാവും എന്നുള്ളതാണ് സർക്കാർ നേരിടുന്ന പ്രശ്നം. എന്തായാലും ആ പ്രശ്നത്തിൽ മത്സ്യത്തൊഴിലാളികളുമായി കൂടിയാലോചിച്ചതിനു ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കൂ എന്നാണ് മനസ്സിലാക്കുന്നത്. മുതലപ്പുഴയിൽ പൊഴി മുറിക്കാനില്ല ഉടൻ സർക്കാർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തയായി ആദിൽ പാലോട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത്രയും.